നമസ്കാരം. തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ലോക കോടീശ്വരനായ ടെസ്ല ഓണർ എലൻ മസ്കിന് ഒരാഗ്രഹം. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ വലം കൈയാണ് എലൻ മസ്ക്. നേരിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിലില്ലെങ്കിലും ട്രംപ് ഭരണകൂടത്തിൽ അസാമാന്യമായ സ്വാധീനമാണ് മസ്കിനുള്ളത്. ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ബ്രിട്ടനിലും തൻ്റെ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് എലൻ മസ്ക്. അതിൻ്റെ തുടക്കമെന്നോണം ലണ്ടനിൽ XAI ലണ്ടൻ എന്നൊരു കമ്പനി ഇവിടെ ലണ്ടനിൽ അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു. കൂടാതെ എലൻ മസ്ക് UK-യിൽ ഏറ്റവും അധികം വേഗത്തിൽ വളരുന്ന റിഫോം UK എന്ന പാർട്ടിയുടെ നേതാവായ നൈജൽ ഫരാജുമായി അടുപ്പത്തിലുമാണ്. എലൻ മസ്കിനെ വിശേഷിപ്പിച്ചത് റിഫോം UK നേതാവ് നൈജൽ ഫരാജ് വിശേഷിപ്പിച്ചത് ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു നേതാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപും എലൻ മസ്കും UK റിഫോം പാർട്ടിയുമായുള്ള ബന്ധം തുടങ്ങിയതിനു ശേഷം UK-യിൽ റിഫോം UK പാർട്ടിക്ക് വമ്പൻ വളർച്ചയാണ് ഉണ്ടായത്. മെമ്പർഷിപ്പിൽ അവർ കൺസർവേറ്റീവ് പാർട്ടിയെയും കടത്തിവെട്ടിയാണ് മുന്നേറുന്നത്. ഇവരുടെ മെമ്പർഷിപ്പിൻ്റെ വളർച്ച കണ്ട UK-യിലെ രാഷ്ട്രീയകാര്യ വിദഗ്ധർ പറഞ്ഞത് UK-യുടെ അടുത്ത പ്രധാനമന്ത്രി നൈജൽ ഫരാജ് ആയിരിക്കുമെന്നായിരുന്നു. എന്നാൽ നൈജൽ ഫരാജിൻ്റെ ഈ മോഹങ്ങൾക്ക് വെള്ളിടി വെട്ടിച്ചുകൊണ്ട് ഇന്നലെ മസ്ക് പറഞ്ഞത് UKIP പാർട്ടിയെ, അതായത് ഇപ്പോഴത്തെ റിഫോമിൻ്റെ പഴയ പേരാണ് UKIP എന്നത്, ഈ റിഫോം UK പാർട്ടിയെ നയിക്കുവാനുള്ള പ്രാപ്തി നൈജൽ ഫരാജിന് ഇല്ല എന്നാണ്. നൈജൽ ഫരാജിന് പകരം പാർട്ടിയെ നയിക്കുവാൻ ചുറുചുറുക്കുള്ള യുവാവായ 42 വയസ്സുള്ള ടോബി റോബിൻസൺ എന്ന ഫാർ റൈറ്റ് നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് BNP, ബ്രിട്ടീഷ് നാഷണലിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയിൽപ്പെട്ട ടോബി റോബിൻസണെ UKIPൻ്റെ റിഫോം UKയുടെ പുതിയ നേതാവായി തിരഞ്ഞെടുത്ത് കൊണ്ടുവരണമെന്നാണ് മസ്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് UK-യിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുവാൻ പോകുന്നതാണ്. UK-യിലെ ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ടോബി റോബിൻസൺ വന്നാൽ UK-യിൽ വലതുപക്ഷ തീവ്ര രാഷ്ട്രീയ വർണ്ണവെറിയന്മാർ UK-യുടെ സമാധാനം കെടുത്തുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ ജയിലിൽ കഴിയുന്ന തീവ്ര വലതുപക്ഷ നേതാവ് ടോബി റോബിൻസൺ തൻ്റെ പാർട്ടിയായ റിഫോം UK പാർട്ടിയിൽ ചേരുമെന്ന വാർത്ത നൈജൽ ഫരാജ് നിഷേധിച്ചു. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തീവ്ര വലതുപക്ഷ നേതാവ് ടോബി റോബിൻസണെ ജയിലിൽ നിന്ന് വിമുക്തനാക്കണമെന്ന് എലൻ മസ്ക് അഭ്യർത്ഥിച്ചു. കൂടാതെ ഇപ്പോൾ UK ഭരിക്കുന്ന ലേബർ പാർട്ടി പാകിസ്ഥാനി സെക്സ് ഗ്രൂമിംഗ് റാക്കറ്റുകളെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും അവരെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയില്ല എന്നും മസ്ക് ആരോപിച്ചിരുന്നു. ഏതായാലും UK-യിൽ ഇപ്പോൾ ഭരിക്കുന്ന കീർ സ്റ്റാർമർ മന്ത്രിസഭ അഭിപ്രായ സർവേകളിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ബ്രിട്ടനിലെ മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഓൺലൈൻ പെറ്റീഷനെ അനുകൂലിച്ച് എലൻ മസ്ക് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. റിഫോം പാർട്ടിക്ക് കനത്ത സംഭാവനകൾ നൽകുമെന്ന സൂചനയും അന്ന് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നൈജൽ ഫരാജിന് പകരം തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് നേതാവായ ടോബി റോബിൻസണെ പാർട്ടിയിലെടുത്ത് പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടനിൽ അധികാരം പിടിക്കണമെന്നാണ്. അതായത് ടോബി റോബിൻസൺ റിഫോം പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് UK-യുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് തന്നെയാണ് എലൻ മസ്കും അമേരിക്കയും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എത്ര പണം മുടക്കുവാനും അദ്ദേഹം തയ്യാറാണെന്ന സൂചനയുമാണ് അദ്ദേഹം നൽകുന്നത്. ടോബി റോബിൻസൺ റിഫോം പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ UK-യുടെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും. കൂടുതൽ പേർ ആ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടും. കൂടുതൽ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരായിരിക്കും ആ പാർട്ടിയിൽ ഉണ്ടാവുക. ഇത് ചിലപ്പോൾ വരും നാളുകളിൽ വളരെ മിക്സായിട്ടുള്ള, അതായത് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നുമുള്ള ആളുകൾ ജീവിക്കുന്ന UK-യിൽ അന്യോന്യ സ്പർദ്ധകളുണ്ടാവുവാനും കലാപങ്ങളുണ്ടാവുവാനും കാരണമാകുമോ എന്നതാണ് ഇപ്പോൾ UK-യിൽ നിവസിക്കുന്ന
ആളുകളുടെ ഭീതി. എന്തായാലും അങ്ങനെയുള്ള കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമുണ്ടാകാതെ ലോകത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന UK-യിൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും ബാഹ്യശക്തികളുടെ ഇടപെടലുകളെ ചെറുത്തു തോൽപ്പിച്ച് ബ്രിട്ടനെ മുന്നോട്ട് തന്നെ നയിക്കുമെന്ന് തന്നെയാണ് ബ്രിട്ടനിലെ ജനങ്ങളുടെ പ്രതീക്ഷ. അത്തരം നേതാക്കളെ തന്നെ, രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തിയുള്ള നേതാക്കളെ തന്നെ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. നന്ദി.